വേറെ ക്യാമറ ഉണ്ടോ നോക്കി. വീഡിയോ ഇത്രയേ ഉള്ളൂ വിവേക്. അവിടെ എത്രയുണ്ടായിരുന്നു ഏട്ടത്തി? അപ്പം മിഥുനേട്ടനെ മഞ്ജരി റൂമിലേക്ക് കൊണ്ടുപോകുന്നത് റെക്കോർഡ് ചെയ്തിട്ടില്ലേ? അവിടെ ക്യാമറ ഉണ്ടായിരുന്നില്ലെന്ന് തോന്നുന്നു ഏട്ടത്തി. നമുക്ക് ഇത്ര എവിഡൻസ് പോരെ? ഇത് പോരെ വിവേക്, കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ടുള്ള എവിഡൻസ് വേണം. മഞ്ജരിയുടെ ഫ്രണ്ട് ഉറക്കം മരുന്ന് അതിലേക്ക് ഒഴിക്കുന്നതും മഞ്ജരി വലിയേട്ടനെ വിളിച്ചുകൊണ്ട് പോകുന്നതും വരെയുള്ള എല്ലാം ഇതിനകത്ത് വ്യക്തമല്ലേ? ഫ്രണ്ട്സ് പ്രാങ്ക് ചെയ്തു എന്ന കാര്യം മഞ്ജരി മിഥുനേട്ടനോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇത് മഞ്ജരിയുടെ പ്ലാൻ ആണെന്ന് മിഥുനേട്ടൻ വിശ്വസിക്കില്ല. പക്ഷെ നമ്മൾ കണ്ട ഡ്രിങ്ക്സ് വലിയേട്ടനെ കൊണ്ട് കുടിപ്പിച്ചിരിക്കല്ലേ? അതിൽ മദ്യം കലർത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം തനിക്ക് അറിയില്ലായിരുന്നു എന്ന് മഞ്ജരി മിഥുനേട്ടനോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് മിഥുനേട്ടന്റെ കണ്ണില് മഞ്ജരി സോഫ്റ്റ് കോർണറിൽ തന്നെയാ ഉള്ളത്. നമ്മൾ കാണിക്കുന്ന ഈ തെളിവൊന്നും അവിടെ നിലനിൽക്കില്ല. എന്നാലും CCTV ഫുട്ടേജസ് ഇത്രയല്ലേ ഉള്ളൂ ഏട്ടത്തി. ഇതുകൊണ്ട് പ്രൂവ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് മറ്റെന്തെങ്കിലും വേണ്ടി വരും. എന്താണെങ്കിലും അത് നമുക്ക് അവിടെ നിന്ന് തന്നെ കിട്ടുള്ളൂ. ആ ഗസ്റ്റ് ഹൗസിൽ തന്നെ എല്ലാ തെളിവും ഉണ്ടാവും. മഞ്ജരിയെ നമുക്ക് കൈയോടെ തന്നെ പിടികൂടിയേ പറ്റൂ. അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ആലോചിക്കാം. അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരിക്കൽ കൂടി അങ്ങോട്ടൊന്ന് പോയി നോക്കിയാലോ ഏട്ടത്തി? ഇപ്പൊ വേണ്ട. ആദ്യം നിന്റെ വല്യേട്ടനെ എങ്ങനെയും നോർമൽ ആക്കണം. ഇവിടെ നിന്ന് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ ചെയ്തേ പറ്റൂ. നീ മിഥുനേട്ടനെ ഒന്ന് ഓഫീസിലേക്ക് കൊണ്ടുപോവോ? വലിയേട്ടൻ മുറിയിൽ നിന്ന് തന്നെ പുറത്തിറങ്ങുന്നില്ല, പിന്നെ എങ്ങനെ ഓഫീസിലേക്ക് വരാം? എന്ത് ചെയ്തിട്ടെന്ന് എനിക്കറിയില്ല. നീ എങ്ങനെയും ഓഫീസിലേക്ക് കൊണ്ടുപോകണം. എന്തെങ്കിലും ജോലിയിൽ ഏർപ്പെട്ട ഇതൊക്കെ ഒന്ന് മറന്നു എന്ന് വരും. ശരി ഏട്ടത്തി. വല്യമ്മേ, എന്താ പറ്റിയേ? എന്താ ഇങ്ങനെ ഇരിക്കുന്നേ? മിഥുനേട്ടൻ എവിടെ പോയി? മിഥുനേട്ടൻ റെഡിയാവാൻ വേണ്ടി പോയിരിക്കാ ചേച്ചി. അപ്പോ വലിയേട്ടൻ ഓഫീസിലേക്ക് പോവാണോ? വലിയേട്ടൻ ഓഫീസിലേക്ക് കൊണ്ടുപോകണമെന്ന് ഏട്ടത്തി ഇപ്പതേ പറഞ്ഞേ ഉള്ളൂ. അതെ ഏട്ടത്തി, വലിയേട്ടനെ സമ്മതിപ്പിക്കേണ്ടി വന്നില്ല. മിഥുന ഓഫീസിലേക്ക് പോകാൻ വേണ്ടി അല്ല റെഡിയാവാൻ പോയത്, അമ്പലത്തിൽ പോവാനാ റെഡിയാവുന്നത്. അമ്പലത്തിലേക്കോ? അതെ ചേച്ചി, മഞ്ജരിക്ക് കൂട്ടിനായിട്ട് മിഥുനേട്ടനും അമ്പലത്തിലേക്ക് പോവുക. മഞ്ജരിക്ക് കൂട്ടായിട്ട് വലിയേട്ടൻ കൂടെ പോവാണെന്നോ? ഇവിടെ എന്തൊക്കെയാ സംഭവിക്കുന്നത്? കുറച്ചു മുമ്പ് മിഥുൻ ഇവിടെ എന്റെ അടുത്തിരിക്കായിരുന്നു. എന്താ മഞ്ജരി നീ ഡല്ലായിരിക്കുന്നേ? നീ മിഥുനെ നോക്കിയേ, എല്ലാ കാര്യങ്ങളും മറന്നു കളഞ്ഞ് എത്ര നോർമലായിട്ടും ഹാപ്പി ആയിട്ടും അവൻ ഇരിക്കുന്നത്. പക്ഷെ എന്റെ മനസ്സിന് അത്ര ശക്തിയില്ല ആന്റി. മനസ്സ് ശരിയാവാൻ വേണ്ടി അമ്പലത്തിലേക്ക് പോയിക്കോ, കുറച്ച് സമാധാനം കിട്ടും. പോകാൻ എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ ഞാൻ ഒറ്റയ്ക്ക് അവിടെ എങ്ങനെ പോവാനാ? ഒറ്റയ്ക്ക് എന്തിനാ പോകുന്നേ? വേണമെങ്കിൽ മിഥുനയും കൂടെ കൂട്ടിക്കോ. എന്താ മിഥുൻ, മഞ്ജരിക്ക് കൂട്ടായിട്ട് നിനക്ക് പോവാൻ പറ്റില്ലേ? അവർ രണ്ടുപേരും ഒരുമിച്ച് അമ്പലത്തിൽ പോവാൻ അവരെന്താ ഭാര്യയും ഭർത്താവുക? അത്ര അത്യാവശ്യമാണെങ്കിൽ നീയും കൂടെ പോ. അവര് രണ്ടുപേരും ഭാര്യയും ഭർത്താവും അല്ലെങ്കിലും അവർക്കിടയിൽ അങ്ങനെ ഒരു ബന്ധം തുടങ്ങി കഴിഞ്ഞല്ലോ ഏട്ടത്തി. വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കുന്നതായിരിക്കും നിനക്ക് നല്ലത്. അറിയാത്ത കാര്യങ്ങൾ സംസാരിക്കരുത്. ഞാൻ കാരണം നിങ്ങൾ തമ്മിൽ ഇങ്ങനെ വഴക്കിടണ്ട. ഞാൻ ഒറ്റയ്ക്ക് അമ്പലത്തിൽ പോയിക്കോളാം ആന്റി. നീ എന്തിനാ ഒറ്റയ്ക്ക് അമ്പലത്തിലേക്ക് പോകുന്ന മഞ്ജരി? നീ മനസ്സുകൊണ്ട് ആകെ വിഷമത്തിലാന്ന് എനിക്കറിയാം. ഇനി വല്ല ആത്മഹത്യ എന്തെങ്കിലും ചെയ്യാൻ തോന്നിയാലോ? അങ്ങനെ എന്തെങ്കിലും ചെയ്തു പോയാ അത് തടയാൻ വേണ്ടി കൂടെ ആരും ഉണ്ടാവില്ലല്ലോ. അതിന് അവളെന്തിനാ ആത്മഹത്യ ചെയ്യാൻ പോകുന്നത്? ഇങ്ങനെയൊക്കെ സംഭവിച്ചു കഴിഞ്ഞാ ഏത് പെൺകുട്ടിയാണെങ്കിലും മരിക്കണമെന്നേ തോന്നൂ. ഒറ്റപ്പെട്ടു പോവുകയാണെങ്കിൽ ആ ആലോചന ബലപ്പെട്ടു പോവല്ലേ ഉള്ളൂ. അല്ലെങ്കിൽ തന്നെ മരിക്കാൻ ഇറങ്ങി തിരിച്ചതായിരുന്നു മഞ്ജരി. മിഥുന്റെ ഒറ്റ നിർബന്ധക്കാരാണ് അവള് വീട്ടിലേക്ക് തിരിച്ചു വന്നത്, അല്ലേ മിഥുൻ? എന്നെ കുറിച്ച് ആന്റി അല്ലാതെ ഈ വീട്ടിൽ മറ്റാരും ഇങ്ങനെയൊന്നും ചിന്തിക്കുന്നില്ലല്ലോ.
എന്റെ പ്രശ്നങ്ങളെല്ലാം ഞാൻ തന്നെ നോക്കിക്കോളാം. എനിക്ക് എന്ത് സംഭവിച്ചാലും ഇവിടെ ആർക്കും ഒരു നഷ്ടമില്ലല്ലോ. നീ റെഡിയാക്കിയ മഞ്ജരി, ഞാൻ കൂടെ വന്നോളാം. അതാ ഇവിടെ സംഭവിച്ചത്. കുറച്ചു കഴിഞ്ഞ് രണ്ടുപേരും കൂടെ അമ്പലത്തിൽ പോകാനിരിക്കുക. മഞ്ചേരി മനസമാധാനത്തിന് വേണ്ടി അമ്പലത്തിലേക്ക് പോകുന്നതല്ല ഏട്ടത്തി, മറ്റെന്തോ അവള് പ്ലാൻ ചെയ്യുന്നുണ്ട്. മിഥുനേട്ടൻ അമ്പലത്തിലേക്ക് കൊണ്ടുപോയി കല്യാണം കഴിപ്പിക്കാനായിരിക്കോ പ്ലാൻ? ചിലപ്പോ ചെയ്തെന്ന് വരും. അവൾ എന്തും ചെയ്യാൻ മടിക്കാത്തവളെന്നറിയില്ലേ? എങ്ങനെയെങ്കിലും അവര് പുറത്തു പോകാതെ നമുക്ക് തടഞ്ഞേ പറ്റൂ ഏട്ടത്തി. ഇല്ലെങ്കിൽ സംഭവിക്കാൻ പാടില്ലാത്ത എന്തെങ്കിലും സംഭവിച്ചാലോ? നീ എന്താ മോളെ ഇങ്ങനെ ആലോചിക്കുന്നേ? അമ്പലത്തിലേക്ക് പോണെന്ന് ഇതിനോട് പറയേ. ഞാൻ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാ മിഥുനേട്ടൻ എന്നോട് എതിർക്കാൻ വരുള്ളൂ വല്യമ്മേ. അയ്യോ, അപ്പോ ചേച്ചി അവരോടൊപ്പം അമ്പലത്തിലേക്ക് പൊയ്ക്കോ. അത് നല്ലൊരു ഐഡിയ ഏട്ടത്തി. ഏട്ടത്തി കൂടെ ഉണ്ടെങ്കിൽ അവൾക്കൊന്നും ചെയ്യാൻ കഴിയില്ലല്ലോ. മിഥുനോടൊപ്പം അമ്പലത്തിലേക്ക് പോണെന്ന് മാത്രമല്ലേ നീ പറഞ്ഞോളൂ? മിഥുനെ റീയൂണിയനെ വിളിച്ചുകൊണ്ട് പോയ പോലെ എന്തെങ്കിലും പ്ലാൻ ചെയ്യുന്നുണ്ടോ? ഇപ്പൊ ഈ അമ്പലത്തിലേക്ക് പോകുന്നത് എന്തിനു വേണ്ടിയാ മഞ്ജരി? എന്റെ മിഥുന്റെ കല്യാണം നടക്കാൻ പോവാ ആന്റി. എന്താ കല്യാണോ? അതെ, മിഥുനെ കൊണ്ട് എന്റെ കഴുത്തി താലി കെട്ടിക്കാൻ പോവാ. മിഥുനതിനെ സമ്മതിക്കൂ? ആദ്യരാത്രി എന്തായാലും സംഭവിച്ചു കഴിഞ്ഞു. ഇനി താലി കെട്ടാതിരിക്കുന്ന എന്തിനാ? പക്ഷെ നിങ്ങൾക്കിടയിൽ ഒന്നും സംഭവിച്ചിട്ടില്ലല്ലോ. അതതിന് മിഥുന അറിയില്ലല്ലോ ആന്റി. അമ്പലത്തിൽ വെച്ച് മിഥുനെ ഇമോഷണലി ബ്ലാക്ക്മെയിൽ ചെയ്ത് എന്റെ കഴുത്തി താലി കെട്ടിക്കും. നിങ്ങളുടെ കല്യാണം നല്ല ആർഭാടങ്ങളോടെ നടക്കേണ്ടതായിരുന്നില്ലേ? ഇത്ര സിമ്പിൾ ആയിട്ട് നടക്കേണ്ട അവസ്ഥയായല്ലോ. എന്റെയും മിഥുന്റെയും കല്യാണം 3 തവണ ഗ്രാൻഡ് ആയിട്ട് നടത്താൻ തീരുമാനിച്ചതല്ലേ? എന്നിട്ട് എന്തുണ്ടായി? അവസാന നിമിഷം ഫൂൾ ആയതല്ലാതെ ഞങ്ങളുടെ കല്യാണം നടന്നോ? എല്ലാ ആഡംബരങ്ങളോടും കൂടി കല്യാണം നടത്തുന്ന വിചാരിച്ചു നിന്നാ മേഘനയ്ക്ക് ആവശ്യമില്ലാതെ സമയം കൊടുക്കുന്നത് പോലെ ആയിരിക്കും. അങ്ങനെയല്ലേ കഴിഞ്ഞ 3 തവണ എന്റെ കല്യാണോള് മുടക്കിയത്. അതുകൊണ്ട് ഇത്തവണ മേഘനയ്ക്ക് ഒരു ഗ്യാപ്പും കൊടുക്കാൻ പാടില്ല. ഞങ്ങളുടെ കല്യാണം നടക്കണം. നീ എന്തൊക്കെ പറഞ്ഞാലും നല്ല മുഹൂർത്തവും കെട്ടിമേളോ ഇല്ലാതെ കുടുംബക്കാരോ ബന്ധുക്കളോ ഒന്നും ഇല്ലാതെ ഈ കല്യാണം നടക്കുന്നത് എന്തിനാ? അത് ആരാ അറിയാൻ പോകുന്നേ? എന്റെ കഴുത്തിൽ അവൻ താലി കെട്ടുന്നതാണ് ആന്റി പ്രധാനം. എങ്ങനെയെങ്കിലും മിഥുനെ എന്റെ സ്വന്തമാക്കണം. എനിക്കിനി മറ്റൊന്നും നോക്കാനില്ല. കുറഞ്ഞത് എന്നെങ്കിലും ഒന്ന് കൊണ്ടുപോയിക്കൂടെ? മുതിർന്ന ആളെന്ന നിലയിൽ സന്തോഷത്തോടെ നിങ്ങളെ അനുഗ്രഹിക്കാൻ ഞാനെങ്കിലും വരണ്ടേ? ഞാൻ കൂടെ ഉണ്ടെങ്കിൽ നിന്റെ പ്ലാൻ എല്ലാം നടക്കുകയും ചെയ്യും. ഞാനും മിഥുനും അല്ലാതെ ഈ കല്യാണത്തിന് മൂന്നാമതൊരാളുടെ ആവശ്യമില്ല. അമ്പലം തന്നെയാണ് ഞങ്ങളുടെ കല്യാണ പന്തൽ. അവിടെയുള്ള പഞ്ചഭൂതങ്ങളായിരിക്കും ഈ കല്യാണത്തിന്റെ സാക്ഷികൾ. ശരി, നിന്നെ ഒരു കല്യാണ പെണ്ണായി കാണാൻ പറ്റില്ലെന്ന് ഉറപ്പായി. പോയാലോ? വല്യമ്മേ, ഇതാ കോഫി. മേഘനെ, ഉം? ഞാൻ മഞ്ചരിയും കൊണ്ട് അമ്പലത്തിൽ പോവാ. ആ ശരി മിഥുനേട്ടാ. നിനക്ക് വിഷമം ഉണ്ടാവുമെന്ന് എനിക്കറിയാം. പക്ഷേ മഞ്ജരിയുടെ മനസ്സൊട്ട് ശരിയല്ല. അവളെ ഒറ്റയ്ക്ക് അങ്ങോട്ട് വിട്ടാ എന്തെങ്കിലും കടുങ്കൈ ചെയ്താലോ എന്നൊരു. ഞാനതിന് ഒരു എക്സ്പ്ലനേഷനും ചോദിച്ചില്ലല്ലോ. എന്നാലും ഇത് പറയേണ്ട ബാധ്യത എനിക്കുണ്ടല്ലോ. നിനക്കതൊക്കെ അറിയാലോ മിഥുൻ. നീ ഇങ്ങനെ വിഷമിക്കുന്നുണ്ടെന്നുള്ള കാര്യം അറിയാം. എന്നിട്ടും അവളോടൊപ്പം പോണോ അത്ര? അത് തെറ്റാണെന്ന് നിനക്ക് അറിഞ്ഞൂടെ? വല്യമ്മ ഒന്ന് നിർത്ത്. എന്തിനെങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? എന്തായാലും ചേച്ചി ഒന്നും പറയുന്നില്ല. കുറഞ്ഞത് വല്യമെങ്കിലും ഒന്ന് പറഞ്ഞോട്ടെ. ആരും ഇതിൽ അഭിപ്രായം പറയേണ്ട കാര്യമില്ല. അങ്ങനെയാണെങ്കിൽ ഏട്ടത്തെ കൂടി കൊണ്ടുപോയിക്കൂടെ? കൂടെ വരണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്കൊപ്പം നിനക്കും വന്നൂടെ മേഘനെ? ഞാൻ എവിടേക്കും വരുന്നില്ല. എനിക്കിവിടെ ഒരുപാട് ജോലികളുണ്ട്. നീ വരില്ല എന്നറിഞ്ഞു തന്നെ ഞാൻ നിന്നെ ക്ഷണിച്ചത്. നീ വന്ന ഞങ്ങളുടെ കല്യാണം എങ്ങനെ നടക്കാനാ? ഞാൻ വീട്ടിൽ തന്നെ ചെയ്യാനുള്ളതൊക്കെ ഇരുന്ന് ചെയ്തോളാം. നിന്റെ കള്ളത്തരങ്ങളും കുതന്ത്രങ്ങളും ഞാൻ പൊളിച്ചെറിയും.
എന്നെയും കൂടെ വരാൻ മഞ്ജരി വിളിച്ചു തന്നെയാ. അവർക്കിടെ വെറുതെ ഞാൻ പോകുന്ന എന്തിനെന്ന് വിചാരിച്ചാ പോവാതിരുന്നത്. ഇപ്പൊ മേഘന വരുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞല്ലോ. വേണമെങ്കിൽ നീയും കൂടെ പൊയ്ക്കോ. രാഹുകാലം ആവാറായി. നിങ്ങൾ രണ്ടുപേരും വേഗം ചെല്ല്. പോകുന്നത് സിംഗിൾ ആയിട്ടാണെങ്കിലും വരുന്നത് മാരീഡ് ആയിട്ടായിരിക്കും. ആരതിയും കൊണ്ട് റെഡി ആയിട്ട് നിന്നോ നീ. ഇത്തവണെങ്കിലും മിഥുന്റെയും മഞ്ജരിയുടെയും കല്യാണം നടക്കണേ ഈശ്വര. ഈ മേഘനയുടെ അഹങ്കാരം അങ്ങനെങ്കിലും ഒന്ന് കുറയുമല്ലോ. എന്താ മിഥുൻ ഇവിടെ തന്നെ നിന്നത്? വാ. അവരിത് എവിടേക്കാ മേഘനെ പോകുന്നേ? നീ എന്താ ഇവിടെ ഒന്നും മിണ്ടാതെ നിൽക്കുന്നേ? നീ അവർക്ക് എല്ലാത്തിനും അനുവാദം കൊടുക്കുകയാണോ? നിന്റെ കഴുത്തി കിടക്കുന്ന ഈ പവിത്രമായ താലിയെ ആ മഞ്ജരിയുടെ കൈ കൊണ്ട് പൊട്ടിക്കണമെന്നാണോ? മിഥുൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് നീ പറയുന്നു. അത് തെളിയിക്കുമെന്ന് നീ പറഞ്ഞു. എന്നിട്ട് അവരിങ്ങനെ ഒന്നിച്ചു പോകുമ്പോ നീ അതിന് മൗനസമ്മതം നൽകുകയാണോ? ഇതൊക്കെയാണോ നിനക്ക് തെളിയിക്കാനുള്ളത്? നീ എന്താ ഇങ്ങനെ ഒന്നും മിണ്ടാതെ നിൽക്കുന്നേ? കോള് വരേണ്ട സമയമായല്ലോ. ഹലോ, ഇത് മിസ്റ്റർ മിഥുൻ അല്ലേ? അതെ. നിങ്ങളാരാ? യെസ്, ഞാൻ വെയിറ്റ് ചെയ്ത കോൾ എത്തിക്കഴിഞ്ഞു. ഞാൻ മഞ്ജരിയുടെ അങ്കിളാണ്. US നിന്നാണ് ഞാൻ വിളിക്കുന്നത്. ആ, പറയാങ്ങളെ. ഞാൻ മഞ്ജരിയെ ഒരുപാട് നേരമായിട്ട് വിളിക്കുകയാണ്. ഇതുവരെയായിട്ട് അവൾ ഫോൺ എടുത്തില്ല. 1 സെക്കൻഡ്. നീ ഫോൺ എടുത്തിട്ടില്ലേ മഞ്ജരി? ഞാനത് വീട്ടിൽ വെച്ചിട്ടാണല്ലോ വന്നത്. നീ ആദ്യം ആ കോള് കെട്ടിയേ. അതെന്തിനാ? നിന്റെ അങ്കിളാ വിളിക്കുന്നത്, സംസാരിക്കേ. ഹലോ അങ്കിൾ. എന്ത് പറ്റി മോളെ മഞ്ജരി? കഴിഞ്ഞ 2 ദിവസത്തിൽ എന്താ സംഭവിച്ചത്? അത് അങ്കിൾ, ഞാൻ US വരാന്നല്ലേ പറഞ്ഞത്? നീ വരാന്ന് പറഞ്ഞിട്ടല്ലേ ഞാൻ വിസയൊക്കെ റെഡിയാക്കിയത്. ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്തയച്ചു. എന്നിട്ട് നിനക്ക് വേണ്ടി എയർപോർട്ടിൽ വെയിറ്റ് ചെയ്തു. എന്തേ നീ വരാഞ്ഞത്? അത് സോറി അങ്കിൾ. എന്തിനാ സോറിയൊക്കെ? നിന്റെ കല്യാണത്തിന് വേണ്ടി ഞാനിവിടെ ഏർപ്പാടുകളൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. നീ വന്നു കഴിഞ്ഞാൽ പിന്നെ മുഹൂർത്തം മാത്രം തീരുമാനിച്ചാൽ മതി. അത് എനിക്കിപ്പോ കല്യാണമൊന്നും വേണ്ട അങ്കിൾ. അതെന്താ മോളെ? നീ എന്ന് നോക്കിക്കോളാന്ന് പറഞ്ഞിട്ടല്ലേ ചെയ്തത്. പിന്നെന്താ അതിലൊരു മാറ്റം? കുറച്ചു കഴിഞ്ഞ് ഞാൻ അങ്കിളിനെ അങ്ങോട്ടേക്ക് വിളിക്കാം. ആ മോളെ മഞ്ജരി, ഇപ്പോഴും നീ മിഥുനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണോ? ഇനി അവനെ തന്നെ ആലോചിച്ചിരുന്ന് അവനെ കല്യാണം കഴിക്കാനാണോ നിന്റെ തീരുമാനം? ആ കല്യാണം വേണ്ട മോളെ. അവൻ ഇനി എത്ര നാൾ തുടരാനും തീരുമാനം? മിഥുന് ഭാര്യയും കുട്ടികളൊക്കെ ഉണ്ട്. അവൻ ഇനി നിന്നെ കല്യാണം കഴിക്കില്ല. ഞാൻ പറയുന്നത് കേട്ട് നീ ഇങ്ങോട്ട് വാ മോളെ. ഇതിപ്പോ നല്ലൊരു ആലോചനയാണ് വന്നത്. നിനക്ക് സന്തോഷമായിട്ട് ഇനിയുള്ള കാലം ജീവിക്കാം. സോറി അങ്കിൾ, ഇനി ഈ കാര്യം പറഞ്ഞ് അങ്കിൾ എന്നെ വിളിക്കരുത്. എന്തിനു കാറ് നിർത്തിയതും ഇത്? ഈ കോൾ അറ്റൻഡ് ചെയ്യേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. അങ്കിൾ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്ന അറിയാവുന്നോണ്ടാ ഞാൻ അങ്ങയുടെ കോൾ എടുക്കാതെ അവോയ്ഡ് ചെയ്യുന്നത്. ഞാൻ കാരണം നീ ഒരുപാട് സഫർ ചെയ്തല്ലേ മഞ്ജരി? നിന്റെ നല്ലൊരു ജീവിതം മിസ്സായത്. ഇപ്പൊ എന്തിനാ അതൊക്കെ പറയുന്നത് മിഥുൻ? ഇത്രയും നാളും നീ എനിക്ക് വേണ്ടിയല്ലേ വെയിറ്റ് ചെയ്തത്? ആവശ്യമില്ലാതെ ഞാനും നിനക്ക് ആശ തന്നു. ഇപ്പൊ അറിഞ്ഞോ അറിയാതെയോ തെറ്റ് സംഭവിച്ചു പോയി. അത് വിട്ടുകളാം മിഥുൻ. ഒരു ഭാഗത്ത് മേഘനയും മറുഭാഗത്ത് നീയും. എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. ഇനിയിപ്പോ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് നീ പറ.
അതെല്ലാം ഈശ്വരൻ നോക്കിക്കോളും മിഥുൻ. എന്തെവിടെ നടക്കണമെന്ന് ദൈവം തീരുമാനിച്ചിട്ടുണ്ട്. വണ്ടി എടുക്ക്. കമോൺ മിഥുൻ. US-ലുള്ള അങ്കിളായിട്ട് നിങ്ങൾ കറക്റ്റ് ആയിട്ട് സംസാരിച്ച മിസ്റ്റർ രാജൻ. മഞ്ജരിയുടെ പുതിയ പ്ലാൻ എന്തായാലും വർക്കൗട്ട് ആവുന്നു തോന്നുന്നു. രഘുവരാ. എന്റെ അമ്മോ, എന്താ പ്രിയമതയിന്ന് അടുക്കളയില്? ചാരു, വാ ഇങ്ങോട്ട് വന്നേ. എന്തു പറ്റി വല്യമ്മേ? ഇന്നെന്തോ മഴ പെയ്യുന്നാ തോന്നുന്നേ. ടെറസിൽ തുണി വിരിച്ചിട്ടുണ്ടെങ്കിലേ വേഗം ചെന്നെടുത്തോണ്ട് വാ. ഈ വേനൽക്കാലത്ത് മഴ എങ്ങനെ പെയ്യാനാ വല്യമ്മേ? നിന്റെ അമ്മായിയമ്മ അടുക്കളയിൽ കയറി വെച്ചുണ്ടാക്കുന്ന കണ്ടില്ലേ? വേനലാണേലുവേ ഇടിവെട്ടി മഴ പെയ്യും. അമ്മയ്ക്ക് കഴിക്കാനല്ലാതെ ഒന്നും ഉണ്ടാക്കാൻ അറിയില്ലല്ലോ. അടുക്കളയിൽ കയറി എന്തായിരിക്കും ഉണ്ടാക്കുന്നേ? എന്തോ ഞാൻ ചോദിച്ച എന്തേലും കള്ളം പറയുള്ളൂ. നീ നൈസായിട്ട് ചോദിക്ക്. ചെല്ലു ചെന്ന് ചോദിക്കേ. അല്ല അമ്മ, ഇവിടെ എന്താ ഈ ചെയ്യുന്നേ? നിനക്ക് കണ്ണു കാണുന്നില്ലേ? സ്വീറ്റ് ഉണ്ടാക്കുക. സ്വീറ്റോ? ഇവിടെ ആരും സ്വീറ്റ്സ് കഴിക്കാറില്ലല്ലോ. അച്ഛനും അത് ഇഷ്ടമല്ല. മിഥുനേട്ടനാണെങ്കിൽ പുറത്തു പോയിരിക്കാം, കുട്ടികളാണെങ്കിൽ സ്കൂളിലേക്കും. ഇനി ഞങ്ങൾക്ക് വേണ്ടിയാണോ ഇതൊക്കെ ഉണ്ടാക്കുന്നത്? ഞാൻ എനിക്ക് കഴിക്കാൻ വേണ്ടി ഉണ്ടാക്കുന്നതാ. എന്താ ഉണ്ടാക്കാൻ പാടില്ലേ? അപ്പോ ഇത് മുഴുവൻ അമ്മ കഴിക്കാൻ പോവാണോ? എന്നാലും റവ ലഡു ഒറ്റയ്ക്ക് കഴിക്കാൻ ഉണ്ടാക്കുവോ? എന്തിനാണെങ്കിലും നിനക്ക് എന്താ പ്രശ്നം? വേണമെങ്കിൽ കുറച്ചെടുത്ത് നീയും കഴിച്ചോ. ഇപ്പൊ പോവാൻ നോക്ക്. എന്തായാലും കൊള്ളാം, പക്ഷെ ആദ്യം അമ്മ കഴിച്ചിട്ട് വേണം മറ്റുള്ളവർക്ക് കൊടുക്കാൻ. ഇതൊക്കെ എന്തായി തീരുമെന്ന് അറിയില്ലല്ലോ. എനിക്ക് നന്നായി പാചകം ചെയ്യാൻ അറിയാം. നീ ഒന്ന് ഇവിടുന്ന് പോയേ. അടുക്കളയിൽ ഇങ്ങനെ കേറി വന്ന് ഇത്രയും ചോദ്യങ്ങൾ ചോദിക്കേണ്ട കാര്യമുണ്ടോ? ഇനിയെങ്ങാനും ഇവക്ക് ഡൗട്ട് അടിച്ച് കാണൂ. ഞാൻ എടുത്തു ചാടി സ്വീറ്റ്സ് ഉണ്ടാക്കാൻ നിന്നത് അബദ്ധമായോ? മഞ്ജരി കല്യാണം കഴിക്കാനാ പോകുന്നെന്ന് ഇവർക്ക് ഹിന്റ് കിട്ടുവോ? ചാരു, അവളെ അടുക്കളയിൽ എന്താ ചെയ്യുന്നേന്ന് പറഞ്ഞോ? അവിടെ റവ ലഡു ഉണ്ടാക്കുന്നത്. റവ ലഡുവോ? അല്ല, ഈ കുടുംബത്തിൽ ആദ്യമായിട്ട് കല്യാണം കഴിഞ്ഞ് വരുന്നവർക്ക് ആ റവ ലഡു ഉണ്ടാക്കി കൊടുക്കുക. അതിനിപ്പോ ഈ വീട്ടിൽ ആരുടെയും കല്യാണം നടക്കാൻ പോകുന്നില്ലല്ലോ. അപ്പോ മഞ്ജരി, എനിക്കും അത് തന്നെയാ സംശയം. പെട്ടെന്ന് തന്നെ ചേച്ചിയോട് ഈ കാര്യങ്ങൾ പറയണം. ഏട്ടത്തി, ഈ ഫയൽ ഒന്ന് ക്ലിയർ ചെയ്യണം. അതിന് ഏട്ടത്തിയുടെ സൈൻ വേണം. പറഞ്ഞു. വിവേക്, ചേച്ചി അവിടെ എന്താ ചെയ്യുന്നേ? വർക്കിലാണല്ലോ. എന്താ മോനെ വിവേക്, മേഘനയുടെ കയ്യിൽ ആ ഫോണൊന്ന് കൊടുത്ത ഒരു കാര്യം പറയണം. ഏട്ടത്തി, ആന്റിക്ക് എന്താ സംസാരിക്കാനുണ്ടെന്ന്. നീ സ്പീക്കർ ഓണാക്ക വിവേക്. പറഞ്ഞോളൂ വല്യമ്മേ. ചേച്ചി, ഇവിടെ ഇപ്പൊ വിവേകിന്റെ അമ്മ റവ ലഡു ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. അതിനിപ്പോ എന്താ പ്രശ്നം? മോളെ മേഘനെ, നമ്മുടെ കുടുംബത്തിന്റെ ആചാരപ്രകാരം പുതിയതായി കല്യാണം കഴിഞ്ഞു വരുന്ന ദമ്പതികൾക്ക് ആ റവ ലഡു കൊടുക്കുന്നത്. ഇവിടെ ഇപ്പൊ അമ്മ റവ ലഡു ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ മഞ്ജരി മിഥുനേട്ടനെ അമ്പലത്തിൽ കൊണ്ടുപോയത് കല്യാണം കഴിക്കാൻ വേണ്ടിയായിരിക്കും. അതാ ഞങ്ങളുടെ സംശയം. അതൊക്കെ എങ്ങനെ നടക്കാനാ? നിങ്ങളും നിങ്ങളുടെ ഓരോ സംശയങ്ങളും. ആ മഞ്ജരി എന്തും ചെയ്യാൻ തയ്യാറായി നടക്കുക. മിഥുനെ കല്യാണം കഴിക്കാൻ വേണ്ടിയായിരിക്കോ അവൾ അമ്പലത്തിലേക്ക് കൊണ്ടുപോയത്? അതുകൊണ്ടായിരിക്കും പ്രിയംവദ ഇവിടെ റവ ലഡു ഉണ്ടാക്കുന്നത്. മിഥുനേട്ടൻ എനിക്ക് നല്ല വിശ്വാസമുണ്ട് വല്യമ്മേ. പക്ഷെ മഞ്ജരി അങ്ങനെ വിശ്വസിക്കാൻ കൊള്ളില്ല ചേച്ചി. കൂൾ ഡ്രിങ്ക്സിൽ വല്ലത് കലക്കി കൊടുത്ത് മിഥുനേട്ടനെ കൊണ്ട് അവള് താലി കെട്ടിച്ചാലോ? അന്ന് അതൊന്നും മനസ്സിലാക്കാതെ മിഥുനേട്ടൻ കുടിച്ചത്. ഇനി അതുപോലെ സംഭവിച്ച കല്യാണം നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ അവൾ അങ്ങനെയാണ്. മിഥുൻ ഇതൊന്നും ഓർക്കില്ല. മഞ്ജരിക്ക് അവനെ ട്രാപ്പിലാക്കാൻ പറ്റും. അങ്ങനെ കല്യാണം നടന്നു കഴിഞ്ഞാ നിന്റെ ജീവിതം നശിക്കാൻ പോകുന്നത്. പറയുന്ന കേക്ക്, എന്തേലും ഒന്ന് വേഗം ചെയ്യും മോളെ. നിങ്ങൾ ആരും വിചാരിക്കുന്നത് പോലെ ഒന്നും സംഭവിക്കില്ല. മിഥുനേട്ടൻ ഒരിക്കലും എന്നെ ചതിക്കില്ല. ഞാൻ കട്ട് ചെയ്യാം. അയ്യോ മോളെ, ചേച്ചി. മേഘനെ.
നമ്മൾ പറയുന്ന ഒന്നും നിന്റെ ചേച്ചി മനസ്സിലാക്കുന്നില്ലല്ലോ ചാരു. ഇനി എന്തൊക്കെയാണോ സംഭവിക്കാൻ പോകുന്നത്? വിവേക്, ഇതായി ഫയൽ കൊണ്ടു. നമുക്ക് എന്തായാലും അമ്പലത്തിലേക്കൊന്ന് പോകുന്നല്ലേ നല്ലത്. ഞാൻ എങ്ങനെ പോവാനാ വിവേക്? സംശയത്തോടെ അവിടെ ചെന്നിട്ട് മിഥുനേട്ടനെ അപമാനിക്കണോ ഞാൻ? മിഥുനേട്ടന് ഇപ്പൊ തന്നെ നല്ല ഗിൽറ്റ് അടിച്ചിരിക്കാം. ഞാനിപ്പോ അങ്ങനെ ചെയ്താൽ മിഥുനേട്ടന് നല്ല വിഷമമുണ്ടാവും. ആന്റിയുടെയും ചാരുവിന്റെ സംശയത്തിലെ കഴമ്പുണ്ട് ഏട്ടത്തി. നടക്കാത്തൊരു കാര്യം നടന്നു എന്ന് വരുത്തി തീർത്തവളവള്. വല്യേട്ടന്റെ കൈപിടിച്ച് സ്വന്തം കഴുത്തിൽ വേണേ അവൾ താലി കിട്ടും. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? അങ്ങനെയൊന്നും സംഭവിക്കില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വല്യേട്ടനായിട്ടുള്ള കല്യാണം നടത്താൻ വേണ്ടിയല്ലേ മഞ്ജരി ഇത്രയും നാടകങ്ങളൊക്കെ കളിച്ചത്. ഇപ്പൊ ഏട്ടത്തെയും കൂടി അത് തടഞ്ഞില്ലെങ്കിൽ ഈ ജന്മം മുഴുവൻ വിഷമിക്കേണ്ടി വരും. എന്നെ വിഷമിപ്പിക്കുന്നതൊന്നും മിഥുനേട്ടൻ ചെയ്യില്ല വിവേക്. പക്ഷെ മഞ്ജരി അത് ചെയ്യിക്കും ഏട്ടത്തി. അവൾ എന്ത് ചെയ്യാനും മടിക്കില്ല. ഏത് വഴിയും സ്വീകരിക്കും അവള്. ഏട്ടത്തി ഒന്ന് ആലോചിച്ച് നോക്ക്. നമസ്കാരം മാഡം. നമസ്കാരം തിരുമേനി. പറഞ്ഞോളൂ. ഇവരുടെ കല്യാണം ഒന്ന് നടത്തണം. ആയിക്കോട്ടെ മാഡം. ആ ഇതെന്താ 2 കല്യാണമല്ലേ നടത്തേണ്ടത്? ഇതില് 3 മംഗലസൂത്രം ഉണ്ടല്ലോ. 3 കല്യാണം നടത്താനുണ്ട് തിരുമേനി. ഈ 2 കല്യാണം നടത്തി കഴിഞ്ഞാ തിരുമേനി ആ കല്യാണം കൂടി നടത്തി തരണം. ഒരേ സമയം 3 ദമ്പതികൾക്ക് കല്യാണം നടത്തുന്നത് നല്ലത് തന്നെയാണ്. ശുഭം. കുറച്ചു കഴിഞ്ഞാൽ വളരെ പവിത്രമായ മുഹൂർത്തമുണ്ട്. വേഗം തന്നെ അവരോട് ഇങ്ങോട്ട് എത്താൻ പറഞ്ഞോളൂ. മാഡം, മഞ്ജരി എത്തിയിട്ടുണ്ട്. തിരുമേനി വേണ്ട ഏർപ്പാടുകൾ ചെയ്യൂ. ആയിക്കോട്ടെ മാഡം. നിങ്ങൾ കുറച്ചു നേരം അവിടെ വെയിറ്റ് ചെയ്യും. നമുക്ക് അങ്ങോട്ട് എന്തായാലും മാറി നിൽക്കാം. ശ്രീമൻ മഹാഗണാധിപതയേ നമഃ. നമുക്ക് പോവാം മിഥുൻ. നീ പോയി പൂജയൊക്കെ ചെയ്തിട്ട് വാ മഞ്ജരി. ഞാൻ ഇവിടെ നിന്നോളാം. അങ്ങനെ ഒറ്റയ്ക്ക് വന്ന് പൂജകൾ ചെയ്യാനാണോ നിന്നെ ഞാൻ കൂടെ കൊണ്ടുവന്നത്? നീ എന്തായാലും എന്റെ കൂടെ അവിടെ വരെ വന്നേ പറ്റും. ഇത് നീ ഒന്ന് റിലാക്സ് ആകാൻ വന്നേ ഉള്ളൂ. അല്ലാതെ കൂടെ നിൽക്കേണ്ട ആവശ്യം എന്താ? നീ എന്റെ കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് സമാധാനാവും. ഇപ്പൊ എന്റെ ജീവിതത്തിൽ അച്ഛനായും അമ്മയായും എല്ലാം നീ മാത്രമേ ഉള്ളൂ എനിക്ക് മിഥുൻ. എന്റെ കൂടെ വന്ന് പൂജകൾ ചെയ്യാൻ നിനക്ക് താല്പര്യമില്ലെങ്കിൽ നമുക്ക് തിരിച്ചു വീട്ടിലേക്ക് പോവാം. നിന്നെ നിർബന്ധിച്ചൊന്നും ചെയ്യുന്നത് എനിക്ക് ഇഷ്ടമല്ല മിഥുൻ. വാ, നമുക്ക് വീട്ടിലേക്ക് പോവാം. മഞ്ജരി നിൽക്ക്. പൂജ ചെയ്താലും മുടക്കണ്ട. വാ മിഥുൻ. എന്താ മിഥുൻ, ഞാൻ നിന്നെ തൊടാൻ പാടില്ലെന്നാണോ? അങ്ങനെയൊന്നുമല്ല മഞ്ജരി. നിനക്കിതൊന്നും ഇഷ്ടമല്ലെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ നിന്നെ ടച്ച് ചെയ്യില്ല. അതൊന്നും സാരമില്ല മഞ്ജരി, നടക്ക. നിന്റെ ഈ കാണുന്ന ഇന്നസെൻസ് ആണ് എന്റെ ആയുധം മിഥുൻ. ഇത് ഉപയോഗിച്ചായിരിക്കും ഞാൻ നിന്നെ കൊണ്ട് എന്റെ കഴുത്തിൽ താലി കെട്ടിക്കാൻ പോകുന്നത്. വാ മിഥുൻ. നീ ഇവിടെ തന്നെ നിൽക്കും മിഥുൻ. ഞാൻ പോയി പ്രദക്ഷിണം വെച്ചിട്ട് വരാം. എല്ലാം ഓക്കെ അല്ലേ സരയു? എല്ലാം ഓക്കെയാണ്. നീ പറഞ്ഞതുപോലെ എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ കല്യാണം നടത്താൻ തിരുമേനി എല്ലാ ഏർപ്പാടുകളും ചെയ്തു കഴിഞ്ഞു. നല്ല മുഹൂർത്തം എപ്പോഴാ? ഒരു 20 മിനിറ്റ് കൂടി ഉണ്ട്. അതുവരെ എന്തെങ്കിലും പൂജകളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് ടൈം പാസ് ചെയ്യണം. മിഥുനെ ഹോൾഡ് ചെയ്യും വേണം. അതൊക്കെ ഞാൻ നോക്കിക്കോളാം. ഇത് നടത്താൻ വേണ്ടിയില്ല ഞാൻ എല്ലാം പ്ലാൻ ചെയ്തത്. എന്തൊക്കെ പറഞ്ഞാലും വല്ലാത്ത സാഹസമായിപ്പോയി മാഡം. മിഥുനെ പോലുള്ളവരെയൊക്കെ കിട്ടണമെങ്കിൽ കുറച്ചധികം സാഹസം കാണിക്കുന്നതാ നല്ലത്. ഈ പ്ലാൻ വർക്കൗട്ടായി മിഥുൻ എന്റെ കഴുത്തിൽ താലി കിട്ടുന്നത് വരെ നമ്മൾ കുറച്ച് സൂക്ഷിച്ചേ പറ്റൂ. സൂക്ഷിക്ക. മിഥുൻ സാറല്ലേ?
മിഥുൻ സാറ് മേഘന മാഡത്തിന്റെ ഭർത്താവാണല്ലോ.